ലോകം പുതുപ്രതീക്ഷയുടെ പുതുവർഷത്തിലേക്ക് വിപുലമായ ആഘോഷങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും കൊച്ചിയിലടക്കം കനത്ത സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പലരും പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. ആഘോഷങ്ങളാവാം, പക്ഷേ അതിരുകടക്കരുത്, മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്, സ്വയം ആരോഗ്യത്തിനോ ജീവനോ ഹാനി ഉണ്ടാക്കുന്ന തരത്തിലൊന്നും ഇത് അതിരുകടക്കരുത്. ബാറുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 12 മണിവരെ പ്രവർത്തിക്കും. രാഗനുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. രാഗൻ, ഗുഡ് മോർണിംഗ്. ബാറുകൾ 12 മണിവരെ പ്രവർത്തിക്കുമെന്നത് വലിയ സന്തോഷത്തോടെ നമ്മുടെ പല ആൾക്കാരും സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രേക്ഷകരൊക്കെ കമൻ്റൊക്കെ ഇടുന്നുണ്ട് 12 മണിവരെയുള്ള മാറ്റത്തിൽ. ഇതിനോടൊപ്പം സുരക്ഷ എത്രത്തോളം ശക്തമാക്കിയിട്ടുണ്ട് രാഗൻ, അത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മോദി പുതുവർഷത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലാണ്. ഇവിടെ വൈകിട്ടോടുകൂടി ജനസമുദ്രമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ, അത്രത്തോളം ആളുകളാണ് ഓരോ വർഷവും ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ ഒഴുകിയെത്തുന്നത് എന്നത് നമുക്കറിയാം. ഇവിടെ പപ്പാഞ്ഞിയൊക്കെ തന്നെ സെറ്റാണ്. പപ്പാഞ്ഞി ഇരിക്കുന്ന രൂപത്തിലുള്ള പപ്പാഞ്ഞിയാണ് ഇവിടെ ഉള്ളത്. തൊട്ടപ്പുറത്ത് ഇത് വെളി ഗ്രൗണ്ടാണ്, തൊട്ടപ്പുറത്ത് പരേഡ് ഗ്രൗണ്ടിൽ വലിയ പപ്പാഞ്ഞിയെ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടിടത്ത് പപ്പാഞ്ഞിയെ കത്തിക്കും. അങ്ങനെ വിവിധയിടങ്ങളിൽ സ്കാറ്റേഡായി, പ്രത്യേകിച്ചും ഈ വെളി ഗ്രൗണ്ട്, പരേഡ് ഗ്രൗണ്ട്, പള്ളുരുത്തി, തൃക്കാക്കര, അതോടൊപ്പം തന്നെ മലയാറ്റൂർ ജില്ലയുടെ മറ്റൊരു മേഖല, അവിടെയൊക്കെ തന്നെ ഈ പുതുവത്സര ആഘോഷം വലിയ ഗംഭീരമായി തന്നെ കൊണ്ടാടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ കുറേ പേർ നമുക്കിപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ആ ഒരു പുതുവർഷ വൈബിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുവാണ്? നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ 22-ാം തീയതി ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സംഘടനയാണ് വെളി ഗ്രൗണ്ടിൽ ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 22-ാം തീയതി മുതൽ ആഘോഷങ്ങൾ തുടങ്ങിയാണ്. അതിൻ്റെ ഒരു സമാപന ദിവസം എന്നുള്ള രീതിയിൽ ഇന്നത്തേക്ക് എത്തുകയാണ്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ, ഡെപ്യൂട്ടി കമ്മീഷണർ അശ്വതി മേഡം ഉൾപ്പെടെയുള്ളവർ ഇന്നലെ 2 ദിവസമായിട്ട് ബഹുമാനപ്പെട്ട കലക്ടറും സബ് കലക്ടറും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്ന് ഇതിൻ്റെ സുരക്ഷാ പരിശോധനകൾ നടത്തിക്കഴിഞ്ഞു. ഈ ഗ്രൗണ്ടിലാകെ നമുക്കൊരു 60ഓളം ക്യാമറകളുണ്ട്. ഈ ഗ്രൗണ്ടിൽ 3 ആംബുലൻസുകൾ സജ്ജമാണ്, മെഡിക്കൽ ടീം സജ്ജമാണ്, അതുപോലെ തന്നെ ഫയർ സജ്ജമാണ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇതിൽ സജ്ജമാണ്. അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റു കോർപ്പറേഷൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നെല്ലാം കൃത്യമായി നടന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇന്ന് മിഡ് നൈറ്റ് 12 മണിയോടെ ഞങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഫോർട്ട് കൊച്ചിയുടെ എല്ലാം മാറിപ്പോവുകയും പുതിയൊരു ഐശ്വര്യത്തെ പ്രതീക്ഷയോടുകൂടി വരവേൽക്കാൻ നിൽക്കുകയാണ് 2026. അതെ, പുതിയൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ മുഴുവൻ പേരെയും രാജ്യത്തിനും സംസ്ഥാനത്തിനും എല്ലായിടത്തും ഒരു ഐശ്വര്യവും സമൃദ്ധിയൊക്കെ നിറയുമെന്നാണ് ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിറയുന്ന 2026 നമ്മളൊക്കെ കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ സുരക്ഷയുടെ കാര്യം ഇങ്ങനെയാണ്. പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ 2 മണി മുതൽ ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തും. അതാ ഇവിടെ ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ഹാപ്പി ന്യൂ ഇയർ, ന്യൂ ഇയറിനെ ആഘോഷിക്കാൻ പോവാണല്ലോ. പേരെന്താ? ആഘോഷിക്കാൻ എത്തിയതാ. അങ്ങനെ ഇപ്പോൾ ആ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടേക്ക് തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വൈകിട്ടോടുകൂടി വലിയ ജനസമുദ്രമാകും ഇവിടെ. അപ്പോൾ പറഞ്ഞു വന്നത് സുരക്ഷയുടെ കാര്യമാണ്. 2 മണി മുതൽ ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തുറന്നു. ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ ചില നിയന്ത്രണങ്ങളുണ്ടാകും. 4 മണിക്ക് ശേഷം വാഹനങ്ങൾ കടത്തിവിടില്ല. അതോടൊപ്പം തന്നെ 28ഓളം പാർക്കിംഗ് സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവൂ, വഴിയരികിലൊന്നും പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. 1200ഓളം പോലീസുകാരാണ് ഫോർട്ട് കൊച്ചി മേഖലയിൽ മാത്രം നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലേക്ക് ആളുകളെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒന്ന് വെളി ഗ്രൗണ്ട്, പരേഡ് ഗ്രൗണ്ട്, പള്ളുരുത്തി, തൃക്കാക്കര. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വലിയ ജനത്തിരക്കും വലിയ ആളുകളും ഒരുപാട് പേർ ഇവിടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം മലയാറ്റൂർ മേഖലയിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പുതുവത്സര ആഘോഷങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ നാടും നഗരവും ഒക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പുതുവത്സര ആഘോഷങ്ങൾക്കായിട്ട്. ഇതാണ് നമ്മൾ ഈ കാണുന്ന വെളി ഗ്രൗണ്ട്. ഇവിടെയൊക്കെ തന്നെ പൂഴി മുകളിലേക്ക് ഇട്ടാൽ നിലത്ത് വീഴാത്ത രീതിയിൽ അത്രത്തോളം ജനത്തിരക്കായിരിക്കും വൈകിട്ടുണ്ടാവുക. അതിൻ്റെ ആംബിയൻസിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും സജ്ജമാണ് ഫോർട്ട് കൊച്ചിയിൽ. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ തയ്യാറാണ്. മോത്തി.